ഇത് മാസ് മോട്ടോഴ്സിനാണ്. ഹോണ്ട ഹോണറ്റ് വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്കതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറണം, പിന്നെ മോർണിംഗിൽ ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, വാട്ടർ സർവീസ്. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ മേജറായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് മോർണിംഗ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നമുക്ക് ഇപ്പോൾ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് എന്ന് പറയാവുന്ന രീതിയിൽ അഴിച്ച് ക്ലീൻ ചെയ്യാനുള്ള സിറ്റുവേഷനൊന്നും നിലവിൽ കാണുന്നത് ചേട്ടാ. ജസ്റ്റ് ഒന്ന് ചോക്ക് ഓപ്പൺ ചെയ്തത്. ഇപ്പോൾ ഇന്ന് നമ്മൾ ചോക്ക് പോലും ഇട്ടില്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് റേസ് ചെയ്ത് പോക്കിയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ചോക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ചോക്ക് വലിച്ചിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്ത് ഞാൻ മാറിക്കോളും. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് അഴിക്കാണ്ടിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ നമ്മളതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബ്രേക്ക് പാഡ് ബാക്കിലത്തെ തീർന്ന് നിൽക്കണം കേട്ടോ. ഫുള്ള് തീർന്നിട്ടുണ്ട്. അപ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ പാഡ് മാറണം. പിന്നെ അതിൻ്റെ ആ ബൂട്ട് സെറ്റ് മാറ്റിയിടാണ്ട്, റബ്ബർ ബൂട്ട്. ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ ഓൾറെഡി ഉണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ബ്രേക്ക് പാഡ് സെറ്റ് നമുക്ക് മാറ്റിയിടാം. അതേപോലെ തന്നെ ചെയിനൊക്കെ ചെറിയൊരു ലൂസ് ഉണ്ട്, അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്ത് ലൂബ് ചെയ്തിടാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ വാൽവ് ടാപ്പറ്റ് നല്ല രീതിയിൽ സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഴിച്ചാണ്. അത് ടൈറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഹെഡ് കവറിൻ്റെ ഈ ഒരു ബീഡിങ് ഗ്യാസ്കറ്റ് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കി. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് കമ്പനി ഫിൽറ്റർ തന്നെ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് തുടച്ച് ക്ലീൻ ചെയ്ത് ഇടാവുന്നുള്ളൂ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീൽ ബെയറിങ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കോൺസെപ്റ്റിൻ്റെ ഭാഗം നമ്മൾ നോക്കി, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫോർക്കൊക്കെ ഓക്കെയാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. അപ്പോൾ ഈ ഒരു സർവീസും കൂടി നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. അടുത്ത സർവീസിൽ ഫ്രണ്ട് ബ്രേക്ക് പാഡ് മാറ്റേണ്ടി വരും കേട്ടോ. ഈ തവണ അങ്ങനെ കിടന്ന് ഓടിക്കോളും, കുഴപ്പമില്ല. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ കാർബറേറ്ററിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ മോർണിംഗിൽ മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുക. പക്ഷേ ഇതെനിക്ക് അങ്ങനെ മേജറായിട്ടുള്ളൊരു പ്രശ്നത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും കാണുന്നില്ല കേട്ടോ. പരമാവധി കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ ടച്ച് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം ഞാൻ ഇപ്പോഴത്തെ പെട്രോൾ, എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ, 820 പെട്രോളാണ് നമുക്കിപ്പോൾ കിട്ടണത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് നമ്മളിപ്പോൾ ഒട്ടുമിക്ക രീതിയിലും കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്. അത് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ ആയിട്ടായിരിക്കും വരാം, അതല്ലെങ്കിൽ നല്ല രീതിയിൽ മിസ്സിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അതിനുള്ള പ്രോബ്ലം ഒന്നും ആയിട്ടില്ല ശരിക്കും. അപ്പോൾ തൽക്കാലം അങ്ങനെ കിടന്ന് ഓർത്തേ, വേറെ പ്രശ്നമുള്ള കേസല്ല അത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ കിട്ടി. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.